ഇടുക്കി തൊടുപുഴയിൽ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മുതലക്കോടത്ത് നിന്ന് അവശ നിലയിൽ അനിമൽ റെസ്ക്യൂ ടീം നായയെ കണ്ടെത്തിയത്. ഉടമ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരുന്നു. നായ കടിച്ചതിനാലാണ് ആക്രമിച്ചതെന്നാണ് ഉടമയുടെ വാദം. വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്തു നിന്നുമാണ് ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ നായയെ ആനിമൽ റെസ്ക്യൂ ടീം കണ്ടെത്തിയത്. നായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പിന്നാലെ ഉടമയെയും കണ്ടെത്തി. നായ വിളിച്ചിട്ട് വരാത്തതിനാലാണ് ആക്രമിച്ചതെന്നാണ് ഉടമയായ ഷൈജു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നായ കടിച്ചതിനാലാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് ഇയാളുടെ ഇപ്പോഴത്തെ വാദം. ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു. പിന്നീട് ഇവരുടെ സംരക്ഷണയിൽ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ നായിക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പൂർണ്ണമായിട്ട് അതിനെ അസുഖം ഭേദമാക്കി സംരക്ഷിക്കാം എന്ന ഇതിലും നന്നായിട്ടായി കഴിയുമ്പോൾ നല്ലൊരു വീട്ടിൽ അഡോപ്ഷൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് അവനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇന്ന് 3ാമത്തെ ദിവസം അവന് ട്രീറ്റ്മെൻറ്റ് ഉള്ളതായിരുന്നു. ആൻറ്റിബയോട്ടിക് കൊടുക്കലായിരുന്നു, ട്രിപ്പ് ഇടണമായിരുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ആള് നമ്മളെ പ്രതീക്ഷയ്ക്കപ്പുറം വിട്ടുപോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ 2-3 ദിവസം ഞങ്ങളുടെ അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു എഫക്റ്റ് എടുത്തിരുന്നു. നായയുടെ ശരീരത്തിലാകമാനം 10ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. ഉടമ ഷൈജുവിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, ഇടുക്കി.